ഇന്ന് സെൻട്രൽ ജയിലിൽ നിന്നും 2 ജയിൽ പുള്ളികൾ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ TV ഒന്നും വെച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. നല്ല കാര്യം ചെയ്തേ. അല്ല, മനസമാധാനത്തോടെ ഇരുന്ന് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ തന്നെ അല്ലേ ആ വരി? 10 ലക്ഷം, സെൽഫോൺ, എൻ്റെ പേര് രാജ്, അഡ്വക്കേറ്റാ. ഒരു മൊബൈലും എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. എപ്പോഴാണ് ട്രിവാൻഡ്രത്തേക്ക് വരിക? എന്തിനാ? നിന്റെ കൊട്ടേഷൻ അവിടെയാ. 2-3 ദിവസം കഴിഞ്ഞ് വരാം. വന്നാൽ ഉടനെ ഫോൺ ചെയ്യണം. തനിക്ക് ചെയ്താലെന്താ? ഞാൻ തന്നെ ചെയ്യണം. നിന്റെ ഈ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ താൻ ഫോൺ ചെയ്താൽ മതി, ഞാൻ ചെയ്യില്ല. ഈ കണ്ണാടി എന്താ ലോക്കലാ? യവനെ ലോക്കൽ, പിന്നെയാണ് കണ്ണാടി. കഴിച്ചു പോടേ. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം. നമസ്കാരം സാർ. നമസ്കാരം. 1 ലക്ഷം കൂടെ. ഇത് നിന്റെ വീടല്ലടാ, ചിന്നുവിന്റെ വീടാടാ. ആദ്യം ചിന്നു വീട്ടിൽ പോയാ മതി. ചിന്നു, എന്റെ ചിന്നു മോളെ. ആരാ? എന്താ വേണ്ടേ? എന്താ ചിന്നു, സുഖാണോ? ചിന്നു? ആര് ചിന്നു? ഞാനാ ചിന്നു, നിന്റെ മുന്നെയാ. അമ്മ ആരോ വന്ന് പേടിപ്പിക്കുക. ചിന്നു എന്ന് പറഞ്ഞു ഇവിടെ ആരുമില്ല. അവരൊക്കെ പോയിട്ട് കുറെ വർഷങ്ങളായി. മോളെ നീ ഇങ്ങോട്ട് പോരെ. ചിന്നു ഇല്ലെന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? എവളുമാരുടെ ചോദിച്ചിട്ട് കാര്യമില്ലടാ. നിന്റെ സന്ധ്യയോടെ തന്നെ ചോദിക്കാം. വാ. അയ്യോ എന്റെ അമ്മ, അടിക്കുകയാണെങ്കിലോ? എടാ നീ പേടിക്കണ്ട, ഞാൻ കൂടെ ഇല്ലേ. വാ. എന്റെ പേടി. പ്രിയദർശൻ സാറേ, പ്രിയദർശൻ സാറേ. യെസ്, ഞാനാണ്. എന്താ വേണ്ടേ? എന്നെ മനസ്സിലായോ? ആരാ നീ? ഞാൻ മുന്നയുടെ കൂട്ടുകാരനാ. ഞാൻ ചെറുതിൽ ഇവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കൈ നിറയെ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എന്റെ മോന് ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, പിന്നല്ലേ മറ്റുള്ളവർക്ക്. അല്ല അങ്കിൾ, അങ്കിൾ ദിവസം വെള്ളം അടിച്ചിട്ട് ഇവിടെ നിന്ന് കിടക്കാറ്. ഒരു ദിവസം ചിറ്റയ്ക്ക് ദേഷ്യം വന്ന് ചെറുപെടുത്ത് മണ്ടയിൽ അടിച്ച് ഓർമ്മയുണ്ടോ? കറക്റ്റ്, ഇപ്പൊ മനസ്സിലായി. അല്ല, അടുത്ത വീട്ടിലെ ചിന്നു എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നില്ലേ? ഇപ്പൊ അവര് എവിടെയാണെന്നറിയോ സാർ? അവളാ കള്ള പലിശ. എന്റെ മോൻ പോകാൻ കാരണം അവളാ. ഞാൻ തെറിയ വിഷയം നടത്തി അവനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റ പാട് എനിക്കല്ലേ അറിയൂ. ശരി, അവരെവിടെയാ ഇപ്പൊ താമസിക്കുന്നറിയോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. അയ്യോ, അതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്തരുത്? കൂടിയടാ. വളരെ നന്ദിയുണ്ട് മക്കളെ. എന്റെ മോൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അത്ര ഹൈറ്റും നിന്റെ അത്ര കളറും ഉണ്ടായിരുന്നില്ല. അവനെവിടെയോ പോയി, എവിടെ പോയെന്ന് അറിയില്ല. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കടകളൊന്നും കയറില്ലായിരുന്നു. പ്രിയദർശൻ സാറേ, കടം എത്രത്തോളം ഉണ്ട്? ഒരു 5-5.5 ലക്ഷം രൂപ വരും മക്കളെ. എന്നാ ഒരു കാര്യം ചെയ്യണം, ഇതാ ഈ 10 വെച്ചോളൂ. 10 എന്ന് പറഞ്ഞാൽ എത്ര 10 വരുമെന്ന് പറ. 10 എന്ന് പറഞ്ഞാ ഒരു 10 ലക്ഷം. കുറച്ചേ ഉള്ളു പ്രിയദർശൻ സാറേ. മുന്നേ ഞങ്ങളുടെ അടുത്ത് ഇത്രയും തന്നെ അയച്ചുള്ളൂ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളെ ഇത്ര നല്ലവനായിരിക്കുമ്പോ എന്റെ മോൻ എത്ര നല്ലവനായിരിക്കും. മക്കളെ, നിങ്ങൾ ഇത്രയും ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി എന്റെ വീട്ടിൽ തങ്ങണം. പക്ഷേ സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. അതെന്താന്ന് പറ. അടുത്ത വീട്ടിലെ ചിന്നുല്ലേ? അയ്യോ, സന്തോഷമായിട്ടിരിക്കും, ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ മോൻ എന്നെ വിട്ടു പോയി. അതെ, ആരോ വന്ന് ബെല്ലടിക്കുന്നു. ആരാ നോക്ക്. അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പർ എങ്കിലും ഒന്ന് തന്നൂടെ? ഒരിക്കൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. നിന്റെ തന്തയും തള്ളയും എന്ന് എന്റെ കണ്ണി വന്ന് വിടുന്നു അന്ന് ഞാൻ അവരെ കൊല്ലുമെന്ന് പറഞ്ഞേക്ക്. ഓടി. ജെട്ടി ഇട്ടോണ്ട് നടന്ന കാലത്ത് ഞങ്ങളെ പെടാപ്പാട് പെടുത്തിവിളാ നീ. ഇപ്പൊ ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ പുകിലാണാവോ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഫോൺ നമ്പർ വേണോ? എന്താ സാർ, രാവിലെ തന്നെ വഴക്ക് തുടങ്ങിയോ? രാവിലെ അല്ലേ, ഉച്ചയായി. ചിന്നു വന്ന് എന്തോ വേളം വെച്ചിട്ട് പോയി. ചിന്നു എവിടെ? ഒന്ന് അടങ്ങടേ. എന്റെ മോനെ അന്വേഷിച്ച് വന്നതാ. ഞാൻ അവളെ ഇറക്കി വിട്ടു. മുന്നേ നീ എന്റെ മുന്നേ അല്ലേ? നീ എന്നോട് നുണ പറയരുത്. നീ ചിന്നുവിനെ കാണാൻ ഓടിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്റെ മുന്നേ ആണെന്ന്. അതെ, ഞാൻ മുന്നേ തന്നെ. ഇതെന്താ നീ എന്നോട് പറയാത്തത്?
ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ഈ അച്ഛനോട് നിനക്ക് എന്താ ദേഷ്യമെന്ന് പറ. തെറ്റാ അച്ഛ, ഞാൻ ചിന്നുവിന് വേണ്ടിയാ പോയത്. അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഒരു ദേഷ്യമില്ല. അവള് തിരുവനന്തപുരത്ത് താമസിക്കുന്ന എന്നോട് പറഞ്ഞത്. അവളുടെ അച്ഛൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു അത്രേ. അവള് ഫോൺ നമ്പർ തന്നതാ, ഞാനാ വാങ്ങാത്തത്. കുഴപ്പമില്ല അച്ഛ, ചിന്നു എന്നെ അന്വേഷിച്ച് വന്നല്ലോ. അത് വിചാരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാ. അവള് വീണ്ടും വരും മോനെ. വരുമ്പോ ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചു വെക്കാം, നീ വിഷമിക്കാതെ. ശരി, അത് വിട്ടേക്കച്ച. ഞാൻ ഉടനെ ട്രിവാൻഡ്രത്ത് പോയി അവളെ എങ്ങനെയാണ് കൊണ്ടുവരാം. പിന്നെ എന്നെ വിട്ട് പോവുകയാണല്ലേ? ഞാൻ വേഗം തിരിച്ചു വരാം. ചിറ്റിയുടെ അടുത്തൊന്നും പറയണ്ട. തിരുവനന്തപുരത്ത് പോകാനുള്ളവരെല്ലാം കയറിക്കോ. ആലപ്പുഴ വഴി ഒന്ന് വേഗം വേഗം. എടാ അളി, അഡ്രസ് ഇല്ലാതെ അവളെ എങ്ങനെ കണ്ടുപിടിക്കൂടാ. ട്രിവാൻഡ്രത്ത് പോയി ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കും? നീ ചുമ്മാ ടെൻഷൻ ആവാതെ. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, പക്ഷെ ഒരു ഡൗട്ട്. നീ അവളെ ചെറുതിലേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ അവളെ കണ്ടാ എങ്ങനെ തിരിച്ചറിയും? നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. എന്റെ ഡാർലിങ്ങിനെ ഞാൻ എങ്ങാനും കണ്ട, അവൾ ആ സറൗണ്ടിങ്ങിൽ എങ്ങാനും വന്ന എന്റെ ഹൃദയം ചുമ്മാ പടപടപടാന്നടിക്കും. ദാസേട്ടന്റെ പാട്ട് കേട്ട് കൂടെ പാടുന്ന പോലെ. ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഞാൻ അകത്തോട്ട് പോയേനെ. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ? കണ്ണു കണ്ടൂടെ? അവിടെ നിക്ക്. டேய், அந்த பொண்ணை பார்த்தா இதோ இங்க இங்க மனசுல டப்பாசு வெடிக்கும். ഹലോ, ഐ നീഡ് ടു ഗോ. പോ പോ. അളി, എനിക്ക് വേറൊരു ഡൗട്ട് കൂടെ ഉണ്ട്. നീ ഇപ്പൊ ചിന്നൂനെ തേടി പോവല്ലേ? അവിടെ ട്രിവാൻഡ്രത്ത് നല്ല കിളുന്ത് പോലുള്ള പെമ്പിള്ളേരുണ്ട്. അതിലൊന്നിനെ ഇഷ്ടപ്പെട്ട അപ്പൊ നീ എന്ത് ചെയ്യും? എനിക്ക് ചിന്നു അല്ലാതെ വേറെ ആരും വേണ്ട. സപ്പോസ് നയൻതാരയെ പോലുള്ള നല്ലൊരു ചരക്കിനെ കിട്ടിയാ വിടോടാ നീ? കയ്യത്തട്ട് ചിങ് ചിങ് പുതുരാഗത്തിൽ മെട്ടിക്കെട്ട്. ഹലോ ആന്റി, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവാ. എന്റെ നമ്പർ ഞാൻ തരാം, പ്ലീസ് ഒന്ന് നോട്ട് ചെയ്യോ. ഒരിക്കൽ പറഞ്ഞ നിനക്കൊക്കെ മനസ്സിലാവില്ലടി കടുവരുടെ മോളെ. ഇനി നീ ഫോൺ ചെയ്ത് രണ്ടായിട്ട് വലിച്ചു കയറി അടുപ്പ് വെക്കും ഞാൻ. വെക്കണി ഫോൺ. അണ്ണോ, ബസ് എപ്പോഴാ പോയി എത്തുക? 6 മണിക്ക്. 6 മണിക്ക് ബസ് ട്രിവാൻഡ്രത്ത് എത്തിയില്ലെങ്കിൽ 6:10 ഞാൻ ബസ്സിനെ കത്തിക്കും. തില്ലാന തില്ലാന നീ തിത്തിക്കുന്ന. അപ്പോഴേ ബസ്സിൽ കയറാൻ സമയത്ത് ഞാൻ ടെൻഷനായത് നിങ്ങളെടുത്തല്ലേ? സോറിയേ. ഇറ്റ്സ് ഓക്കേ. ഡേയ്, ഇവിടെ ഒരു പടം കാണിക്കണേ, അങ്ങോട്ട് നോക്കണേ. വല്ലാത്ത ഒരു ഡിപ്രഷനിലായിരുന്നെന്ന് തോന്നുന്നല്ലോ. കൊള്ളാം. ചില പെമ്പിളര് കരയണത് കാണുമ്പോ ഭയങ്കര വൃത്തികേടായിരിക്കും, പക്ഷെ നിങ്ങൾ കരഞ്ഞപ്പോ കൊള്ളാം. കണ്ണീതോ? കരഞ്ഞോന്നേ. അണ്ണ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സിനിമ ഇടാൻ പോണ്. ഏത് സിനിമ? ഹിന്ദി സിനിമ. ഹിന്ദി ഇംഗ്ലീഷൊക്കെ എന്തിനാ? രജനികാന്തിന്റെ പടം ഇട്. ഇന്നലെ അത് ഇട്ടത് ഭാഷ. ഇന്നലെ ഞാനില്ലായിരുന്നല്ലോ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ ചില റൂൾസ് ഉണ്ട്. എന്റെ അണ്ണോ, വോൾവോ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഗ്ലാസ് പൊട്ടിച്ചോണ്ട് നീ മാത്രം ഇങ്ങനെ വെളിയിൽ പോയി വീഴുന്ന എങ്ങനെ ഇരിക്കും? വീഴണോ? ഭാഷ ഇടണം, അത്രയല്ലേ ഉള്ളൂ. ഇടറാ. കണ്ട പടം കാണും, തലവരെ പടം ഇട്ടിരിക്കുമ്പോ ഉറക്കം. വഴി പറയാണ്. അവിടെ ഒരു രജനികാന്ത് ഉണ്ട്, ഇവിടെ ഒരു രജനികാന്ത് ഉണ്ട്. 2 രജനികാന്ത് ഒരുമിച്ചുള്ള സ്ഥലത്ത് തിരിച്ചു പേറി നടത്തുകയാണടാ മോനെ. പടം ഇട്ടില്ലായിരുന്നെങ്കിൽ അണ്ണ ഇതുപോലെ പോവായിരുന്നു.
അണ്ണ നിങ്ങൾ അടിച്ച് പിരുത്ത് കളഞ്ഞല്ലോ. താങ്ക്സ്. യു ആർ വെൽക്കം. പിന്നെ നമുക്ക് തട്ടുകടയിൽ പോയി ചപ്പാത്തി ചിക്കൻ അടിക്കാം. നന്നായിരിക്കും. അണ്ണന്റെ അടിയുടെ അത്ര ഒക്കൂലെങ്കിലും എനിക്ക് കൊള്ളാം. പോവാം. ആ വരി.